ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കോളിഫ്ലവറാണ്. അതിന് കോളിഫ്ലവർ നമുക്ക് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് മഞ്ഞളിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ മസാല ചൂടുവെള്ളത്തിൽ കലക്കി വയ്ക്കാം. മല്ലി, മുളക്, മഞ്ഞൾ, കുറച്ച് കാശ്മീർ ചില്ലി, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച പൊടി. ഇതാണ്ട് മാറ്റി വയ്ക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് മസാല, കറിവേപ്പില, ഏലക്കായും പട്ടയും കൂടി ചതച്ചതിട്ട് അതൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ സബോള, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഇഞ്ചി, വേപ്പിലിപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഒഴിക്കേണ്ടത് കലക്കി വെച്ച മസാല ഇതിലൊഴിച്ചിട്ട് കുറച്ച് നേരം ഇളക്കി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിടാം. തക്കാളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് മൂടി വയ്ക്കാം നമുക്ക് കുറച്ച് നേരം. ഇപ്പോൾ ഒന്ന് നല്ലോണം മസാലയൊക്കെ എല്ലാത്തും പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്നും കൂടി 2 മിനിറ്റ് കൂടി വേവിക്കണം കേട്ടോ. ആവശ്യത്തിന് പാകത്തിന് വെള്ളമാണ്. അത് തിളച്ച് കഴിയുമ്പോൾ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് വറ്റി കഴിഞ്ഞാൽ കുറച്ച് വേപ്പില ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. ഒന്ന് തിളച്ചിറക്കാം കേട്ടോ. ഇനി മസാലയായിട്ടുണ്ട്. ഇനി ദോശയാണ് ഉണ്ടാക്കേണ്ടത്. സാധാരണ അരിയും ഉഴുന്നും അരച്ച ദോശ സാധാരണ ദോശമാവാണ്. ആവശ്യത്തിനുള്ള ദോശ ചുട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം.